ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് 23. ജൂൺ മാസത്തിലെ സിനിമാ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും കമന്റ് ബോക്സ് രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു. ആദ്യം നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിൽ നിന്ന് തന്നെ തുടങ്ങാം. എമ്പുരാൻ വീണ്ടും ചരിത്രം കൊടുക്കുകയാണ്. എമ്പുരാന്റെ പടയോട്ടം കഴിഞ്ഞിട്ടില്ല. മോഹൻലാൽ നായകനായി എത്തിയ ഈ രാഷ്ട്രീയ ആക്ഷൻ ത്രില്ലർ തുടരും എന്ന ഡ്രാമ ചിത്രത്തോടൊപ്പം ചേർന്ന് അമേരിക്കൻ ബോക്സ് ഓഫീസിൽ 30 കോടി രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു മലയാള സിനിമ അമേരിക്കൻ ബോക്സ് ഓഫീസിൽ ഇത്രയും അധികം കളക്ഷൻ ചെയ്യുന്നത് ഇതാദ്യം തന്നെയാണ്. ഇത് മലയാള സിനിമയുടെ ആഗോള വിപണിയിലെ സ്വാധീനം ഏറുന്നതിന്റെ തെളിവും കൂടിയാണ്. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഈ ലൂസിഫർ സിനിമാറ്റിക് യൂണിവേഴ്സ് മലയാള സിനിമയ്ക്ക് മാർവൽ ലെവലിലേക്ക് പോകാനുള്ള വഴി തുറന്നു ഇട്ടിരിക്കുകയാണ്. ഇനി ആ വഴിയെ മലയാള സിനിമ സഞ്ചരിച്ചാൽ ലോക സിനിമകളുടെ മുന്നിൽ മലയാള സിനിമയും തല ഉയർത്തി നിൽക്കും. രണ്ടാമതായി ബ്രഹ്മയുഗം എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും ഒരു ഹൊറർ സിനിമ മലയാളത്തിൽ വരികയാണ്. ഷെയിം ടോൺ ചാക്കോ ആണ് നായകനായി വരുന്നത്. ഷെയിം ടോൺ ചാക്കോ ഇൻ ദ പ്രൊട്ടക്ടർ എന്ന ചിത്രവുമായാണ് നമ്മുടെ മുന്നിലെത്തുന്നത്. ഹൊറർ ഇഷ്ടപ്പെടുന്നവർക്കായി വേറെ ലെവൽ സിനിമയായിരിക്കും ഇത് പ്രൊട്ടക്ടർ. ജൂൺ 13 തിയേറ്ററുകളിലെത്തുന്ന ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ ഷെയിം ടോൺ ചാക്കോ നായകനായി എത്തുന്നു. ഒരു ദുരൂഹ മരണത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ നടക്കുന്നത്. അംബാദ് ഫിലിംസിന്റെ ബാനറിൽ GM മനുവിന്റെ സംവിധാനത്തിൽ വരുന്ന ഈ സിനിമ ഒരു മൈൻഡ് ബെൻഡിങ് എക്സ്പീരിയൻസ് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രെയിലറും പോസ്റ്ററുകളൊക്കെ കണ്ടിട്ട് അതിഗംഭീര സിനിമയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. മൂന്നാമതായി ഷറഫുദ്ദീനും സുരാജ് വെഞ്ഞാറമൂടും തകർത്തഭിനയിച്ച പടക്കളം എന്ന ചിത്രമാണ്. ചിത്രം ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. മികച്ച അഭിപ്രായമാണ് OTTയിൽ ഈ ചിത്രം നേടിയെടുക്കുന്നത്. അതിന് കാരണം ഏറെ നാളുകൾക്ക് ശേഷം മുഴുനീള കോമഡി വേഷത്തിൽ സുരാജ് വെഞ്ഞാറമൂട് തകർത്തഭിനയിച്ചു എന്നത് തന്നെയാണ്. സുരാജും ഷറഫുദ്ദീനും കൂടെ പുതിയ പിള്ളേരും തകർത്തഭിനയിച്ച ചിത്രം കൂടിയാണ് പടക്കളം എന്ന ചിത്രം. തിയേറ്ററുകളിൽ വലിയ വിജയമായില്ലെങ്കിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രം കൂടിയാണ് പടക്കളം. എന്നാൽ OTTയിൽ മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുഴുനീള ഫാന്റസി കോമഡി ത്രില്ലർ ചിത്രമാണ് പടക്കളം എന്ന മൂവി. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഫാമിലിക്കും ഈ ചിത്രം ഇഷ്ടപ്പെടും. അത് തന്നെയാണ് OTTയിൽ നല്ല അഭിപ്രായം നേടാനുള്ള കാരണവും. നാലാമതായി ജൂൺ 20 മറ്റൊരു ത്രില്ലർ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ബിപിൻ ജോർജ് നായകനാകുന്ന കൂടൽ എന്ന ചിത്രമാണ് ജൂൺ 20 തിയേറ്ററുകളിൽ എത്തുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന് ശേഷം ഒരു സർവൈവൽ ചിത്രമായിരിക്കും ഇതെന്നാണ് അറിയാൻ കഴിയുന്നത്. ക്യാമ്പിംഗ് ട്രിപ്പിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ, ദുരന്തങ്ങൾ എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ ചേർത്ത ഒരു വലിയ സർവൈവൽ സ്റ്റോറി കൂടിയായിരിക്കും ഈ ചിത്രം. ജൂൺ 20 ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. നമുക്ക് ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാം. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ഫോഴ്സ് പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഒരു സർവൈവർ ത്രില്ലർ ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. ഈ ഹിറ്റ് ചിത്രത്തിന് ശേഷം വീണ്ടും ഫോറസ്റ്റ് പശ്ചാത്തലത്തിൽ തന്നെ ഒരു സർവൈവൽ ത്രില്ലർ കൂടി നമുക്ക് ലഭിക്കുകയാണ്. കൂടെ എന്ന ചിത്രം ആ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന ചിത്രമായിരിക്കും. ഒരുപക്ഷെ 2025 അപ്രതീക്ഷിത വിജയം നേടുന്ന ചിത്രം കൂടിയായിരിക്കും കൂടൽ. എന്തായാലും ജൂൺ 20 വരെ നമുക്ക് ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാം. അഞ്ചാമതായി മലയാളത്തിലെ ജനപ്രിയ നായകൻ ദിലീപിന്റെ തിരിച്ചുവരവ് അറിയിച്ച പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന ചിത്രം ZEE5ലൂടെ ജൂൺ 20 സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. മികച്ച ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ചിത്രം കൂടിയാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി. ജൂൺ 20 റിലീസ് ആകുമ്പോൾ മികച്ച അഭിപ്രായം നേടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. തിയേറ്ററുകളിൽ വിജയം നേടിയെടുത്ത ചിത്രം കൂടിയാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി. നിങ്ങളിൽ ആരൊക്കെ പ്രിൻസ് ആൻഡ് ദ ഫാമിലി കണ്ടിട്ടുണ്ട്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ദിലീപിന്റെ മികച്ച തിരിച്ചുവരവ് ചിത്രം കൂടിയാണോ പ്രിൻസ് ആൻഡ് ദ ഫാമിലി? കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു.